നമുക്കെല്ലാവർക്കും ദേശീയപാതകൾ NH-44, NH-66, NH-27 തുടങ്ങിയവ പരിചിതമാണ്. പക്ഷേ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇവയ്ക്ക് നമ്പർ എങ്ങനെ നൽകുന്നു എന്ന്? ഇന്ന് നാം അത് വളരെ ലളിതമായി മനസ്സിലാക്കാം. കിഴക്ക് നിന്നും പടിഞ്ഞാറ് ദിശയിൽ പോകുന്ന ഹൈവേകൾക്ക് അതിൻ്റെ നമ്പർ ഒറ്റ സംഖ്യയിലാണ് നൽകിയിരിക്കുന്നത്. ഇവ വടക്ക് നിന്നും തെക്കോട്ട് പോകുമ്പോൾ നമ്പർ കൂടി വരുന്നു. ഉദാഹരണത്തിന് NH-1 ലേ മുതൽ ഉറി വരെ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ ബന്ധിപ്പിക്കുന്നു. അതുപോലെ NH-85 കൊച്ചിനെയും തൊണ്ടിയെയും ബന്ധിപ്പിക്കുന്നു. വടക്ക് തെക്ക് ദിശയിൽ പോകുന്ന ഹൈവേകൾക്ക് ഇരട്ട സംഖ്യയിലാണ് നമ്പർ നൽകിയിരിക്കുന്നത്. ഇവ കിഴക്ക് നിന്നും പടിഞ്ഞാറ് ദിശയിൽ പോകുമ്പോൾ നമ്പർ കൂടി വരുന്നു. ഉദാഹരണത്തിന് NH-2 ആസാമിലെ ഡിബ്രുവിനെയും മിസോറാമിലെ തുപ്പങ്ങിനെയും വടക്ക് തെക്ക് ദിശയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. NH-62 പഞ്ചാബിലെ അബോഹറിനെയും രാജസ്ഥാനിലെ പിൻവാരെയും വടക്ക് തെക്ക് ദിശയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ നോക്കിയാൽ NH നമ്പർ കണ്ടാൽ തന്നെ അത് ഏത് ദിശയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രധാന ഹൈവേകളിൽ നിന്ന് വേർപെട്ടു പോകുന്ന സബ് ഹൈവേകൾക്ക് അടുത്തെണ്ണങ്ങൾ ചേർത്താണ് പേര് നൽകുന്നത്. ഉദാഹരണത്തിന് NH-44 നിന്ന് വേർപെട്ട NH-144 ഇത് മെയിൻ റൂട്ടുമായി ബന്ധമുള്ളതാണെന്ന് കാണിക്കുന്നു.